ഹേ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഇത് ഏകദേശം ഞാൻ എടുത്തിട്ട് ഒരു 2 മന്തായി. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഡ്രാഫ്റ്റിൽ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേയായി. അപ്പോൾ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട മടിയായതുകൊണ്ട് തന്നെ അടുത്തന്നെ നിന്നതാണ്. അപ്പം നമ്മളിപ്പോൾ 90 ദിവസത്തെ ചലഞ്ചിങ് വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇതൊക്കെ ഫസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഡ്രാഫ്റ്റിലുള്ള എല്ലാ വീഡിയോസും ക്ലിയർ ചെയ്ത് വെച്ച് പുതിയ വ്ളോഗിലേക്ക് പോകാട്ടോ. അപ്പോൾ ഇതാ ഇന്നൊരു വെള്ളിയാഴ്ച ദിവസത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പം രാവിലെ തന്നെ റൂമൊക്കെ ക്ലീൻ ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിന് ശേഷം ജുമാക്ക് പോകാൻ വേണ്ടിയിട്ട് ഇക്കാക്ക് ഹിസ്തിരിയൊക്കെ ഇട്ട് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടീഷർട്ടാണ് ഇടുന്നത്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു, റൂമൊക്കെ സെറ്റാക്കി. ഇനിയിപ്പോൾ ഉള്ളത് ഇന്നോൻ്റെയും നവാലിൻ്റെയും കുളിയൊക്കെയാണ്. അപ്പം ആദ്യം ഇന്നുവിനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുളിപ്പിക്കാൻ ഇറങ്ങി. പിന്നെ അവരെ കുളിപ്പിക്കലും മുടി വാരലും മാറ്റലും ഒക്കെ ആകുമ്പോൾ ഒരു ടൈം ആവും, അത് വേറെ കാര്യം. അപ്പം ഇവർ ജുമ കഴിഞ്ഞിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കാനൊക്കെ ഇങ്ങനെ പോകും. വീട്ടിൽ സാധനം വാങ്ങിച്ചിട്ട് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. അപ്പോഴത്തേക്ക് ഇവർ രണ്ടാളും കുളിയും എൻ്റെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം ഇത് ചടപടേന്നാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചാൽ ആവില്ല. കാരണം ഇവരെ കളിക്കനുസരിച്ച് ഇതാക്കണമല്ലോ, പിന്നെ അടി ബഹളമൊക്കെ ആവും. പിന്നെ അതിനങ്ങട്ടും നല്ലത് മെല്ലെ മെല്ലെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യും. അപ്പോൾ ആളുടെ ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി സ്കിൻ കെയറും അതുപോലെ തന്നെ ഹെയറും ഒക്കെ കെട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഞാൻ സെബാമെഡിൻ്റെ തന്നെയാണ് കേട്ടോ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. അപ്പം ഫേസ് ക്രീം അതൊക്കെ തേച്ച് കൊടുത്തു, മൊത്തം സെറ്റായി. പിന്നെ ഇതാ ഇതൊക്കെ സെറ്റായതിന് ശേഷം ഇവർക്ക് കണ്ണാടിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് കോപ്രായും കാര്യങ്ങളൊക്കെ കളിക്കാനുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ കളിക്കലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ക്യാമറ വെച്ചുകൊണ്ട് തന്നെ കുറച്ച് കോപ്രായം കളി കുറച്ച് കൂടുതലാണ്. ക്യാമറേൻ്റെ മുന്നിൽ നോക്കിയിട്ട് ഹായ് പറയലും ഹലോ കേസ് പറയലൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കണ്ണാടിൻ്റെ മുന്നിലായി കേട്ടോ അടുത്ത കോപ്രായം. പിന്നെ അതിന് ശേഷം ചുണ്ടൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു മോളത്. അപ്പോൾ ലിപ്പാമിന് തപ്പലാണ്. അപ്പോൾ ലിപ്പാമ് കിട്ടിയ പാട് മമ്മി ഇട്ടുതരോ പ്ലീസ് അങ്ങനെ പറഞ്ഞതാണ്. അപ്പം 2 കൈ കൂപ്പിയിട്ടാണ് ഓളെന്തെങ്കിലും കാര്യം സാധിക്കുകയാണെങ്കിൽ മമ്മി പ്ലീസ് മമ്മി എന്നെല്ലാക്കും. അപ്പം നമുക്ക് ചെയ്തു കൊടുക്കാൻ തോന്നും. അങ്ങനെ അലിഞ്ഞു പോകുന്നല്ലേ പറയുന്നില്ലേ, ആ ഒരു അവസ്ഥയാണ് ഇവർ ഇടയിൽ. അങ്ങനെ അപ്പം അതൊക്കെ കഴിഞ്ഞു. ഞാൻ നെക്സ്റ്റ് നവാലിന് ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കണം. ആളെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം കേട്ടോ വീഡിയോ എടുക്കുന്നത്. കാരണം ഇവളെ വീഡിയോ എടുക്കലും ഡ്രസ്സ് ചേഞ്ചിങ്ങും ഒപ്പഴേ നടക്കൂല. ആൾ കുറച്ച് വികൃതിയാണ്. അപ്പോൾ അതുകൊണ്ട് കട്ടുമണ്ണാറ്റം വീണ് പോയി എനിക്ക് കയ്യിലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പം തന്നെ വീഡിയോ എടുക്കുമ്പോൾ കണ്ട കട്ടിലിൻ്റെ അറ്റത്തേക്ക് വന്നിട്ട് അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം ഇതാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് ഉണ്ടാക്കലാണ്. മസാലയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചു. ഇനിയിപ്പോൾ നെയ്ച്ചോറും കൂടെ ഉണ്ടാക്കിയിട്ട് ബിരിയാണി സെറ്റാക്കണം. വെള്ളിയാഴ്ച നമ്മൾ ബിരിയാണിയാണ് വെക്കൽ. അങ്ങനെ അപ്പോൾ ഇതാ ബിരിയാണി വെക്കേണ്ട പ്രിപ്പറേഷൻസാണ്. പിന്നെ നല്ല ചമ്മന്തിയും അതുപോലെ തന്നെ തൈരും സാലഡും അച്ചാറും ഒക്കെ കൂടിയിട്ടൊരു പിടിക്കാനുണ്ട് ഫുഡ്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തലേന്ന് കൊണ്ടുവന്ന പീലബിലെ ഒരു ഡെസേർട്ട് ഉണ്ടായി. അതിൻ്റെ പേരൊന്നും നമുക്കറിയാൻ ചെയ്യില്ല. അപ്പോൾ തന്നതിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതും എടുത്തു. ഇതിപ്പോൾ സാലഡ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. സാലഡ് കുക്കുംബറൊക്കെ വെച്ചിട്ട് കുക്കുംബർ വെച്ചിട്ടുള്ള സാലഡ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കുരുമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ വിനാഗിരിയിലൊക്കെ വെച്ചിട്ട് അങ്ങനെ. അപ്പം അത് കട്ട് ചെയ്തെടുക്കലാണ്. പിന്നെ മറ്റേ പള്ളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ പള്ളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചോറ് വയ്ക്കും എല്ലാവരും ഇരുന്നിട്ട്. പിന്നെ ഉച്ചക്ക് കുറച്ച് സമയം കിടത്തും. പിന്നെ ചില ടൈമിൽ വീക്കെൻഡ് പുറത്ത് പോകും, ചില സമയത്ത് പോവില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇന്നേതായാലും പോയിട്ടില്ല. നമ്മൾ ഫുഡ് അടിക്കലാണ്. പുറത്ത് പോയിട്ട് ഫുഡ് വാങ്ങിച്ചുകൊണ്ടാന്ന് തിന്നലാണ് മെയിൻ. ഗുനാഫൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ ചേച്ചി നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് കുറച്ച് മുറുക്കും അതുപോലെ തന്നെ ചിപ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വെച്ചടിച്ചു, അതൊക്കെ തിന്നു. അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ
വീക്കെൻഡ് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കില്ല, അങ്ങനെ ആയിട്ട് അങ്ങനെ പോയി. അഥവാ പുറത്ത് പോകുന്നില്ലെങ്കിൽ ഇങ്ങനത്തെ പോലത്തെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിരുന്ന് കഴിക്കലാണ് മെയിൻ പരിപാടി കേട്ടോ. പിന്നെ ഞാൻ ഇവിടുന്ന് ഉമ്മാലി എപ്പോഴും ഉണ്ടാക്കലുണ്ട്. അപ്പം ഞാനിത് പേടിയെന്ന് ആദ്യമായിട്ടാണ് വാങ്ങിച്ച് കഴിക്കുന്നത്. എങ്ങനെ ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പോർഷൻ വാങ്ങിയതാണ്. പക്ഷേ എനിക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇത് എനിക്ക് കൊണ്ടുവന്നുകൊണ്ട് ഞാൻ തന്നെ തിന്നിട്ട് ഒന്ന് തേങ്ങക്ക് നല്ലോണം ചോദിക്കുന്നുണ്ടായിരുന്നു. ആ തേങ്ങ ഒന്നും ഇടയില്ല, ഇതിൽ നല്ല കോക്കനട്ട് ഫ്ലേവർ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കോക്കനട്ട് ഫ്ലേവർ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് ഇല്ല സാധനം. അതുകൊണ്ട് പിന്നെ തിന്നണ്ടേന്ന് വിചാരിച്ച് തിന്നത്രേ ഉള്ളൂ. അങ്ങനെ പിന്നെ കുനാഫി അങ്ങനെയെല്ലാമായി. അങ്ങനെ മൊത്തത്തിൽ അടിപൊളി ദിവസമായിരുന്നു ഇന്ന്. ഈ ഒരു ഇന്നലെ ഇത് ഷൂട്ട് ചെയ്ത ദിവസം. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോസൊക്കെ ഇങ്ങനെ അടുത്തടുത്തായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എല്ലാം. അതുപോലെ തന്നെ നമ്മൾ നിതാജിന് വ്ളോഗ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. അതിലുള്ള വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഗായ്സ്.